നിനക്ക് വേണ്ടിയാണ് ഞാനും അമ്മയും ജീവിച്ചത്. നിനക്കൊരു കുറവും വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നീ ഒന്ന് പെട്ടെന്ന് ചവിട്ടോ നീ. ഈ ചവിട്ടിയത് മതി. ഇനി നീ പുറകെയിരിക്കും, ഞാൻ ചവിട്ടാം. ഈ കോപ്പിൻ്റെ ഓയിൽ മൊത്തം എൻ്റെ കാലെ പാൻറ്റയിലോട്ടാണ് പറ്റുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടാ. ഇത് എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉപയോഗിക്കുന്ന സൈക്കിളാണ്. ഇത് ചവിട്ടാൻ ഒരു നാക്ക് വേണം. നീ ചവിട്ടിയാലേ ഇതിൻ്റെ ചെയിൻ തെറ്റും. ചവിട്ട് ഒന്ന് സഹായിക്കടാ. എന്തോ സഹായിക്കാനോ? നമുക്ക് അതിനുള്ള നാക്കിലടാ പോയി. അപ്പനപ്പൂമാരായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സൈക്കിളല്ലായോ? മക്കള് തന്നെ അങ്ങോട്ട് നന്നാക്കിയാൽ മതി കേട്ടോ. എന്തൊക്കെയായിരുന്നു പേന, കത്തി, അപ്പൻ്റെ സൈക്കിള്, അമ്മയുടെ കാറ്, എന്തൊക്കെയായിരുന്നു. ഞാൻ പോയേക്കുവാ. ഒരുമിച്ച് പോവാടാ. ഇപ്പൊ തീരൂടാ. പോവാണോ? ടാറ്റാ. അപ്പൊ ശരി. തമ്പുരാനെ 4 വിഷയത്തിന് തോറ്റോ? നീ എന്തിനാണ് സ്കൂളിൽ പോണേ? എന്നെ നാണം കെടുത്താനോ? ഞാൻ ഇനി എങ്ങനെ ആ ടീച്ചറുടെ മുഖത്ത് നോക്കും? ഇനിയും തോറ്റാൽ വേറെ സ്കൂൾ നോക്കാനാ ആ ടീച്ചർ പറഞ്ഞിരിക്കുന്നേ. കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചോണ്ട് വന്നിട്ട് വല്ല നാണം ഉണ്ടോന്ന് നോക്കിക്കേ. മതി, ഇന്നത്തോടെ നിർത്തിക്കോ. ഇനി സ്കൂളും വേണ്ട, ഒരു മണ്ണാക്കാട്ടയും വേണ്ട. എൻ്റെ പൊന്നു മോനെ, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. നിന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മാർക്ക് വാങ്ങാമെങ്കിൽ നിനക്ക് വാങ്ങിയാലെന്താ? ഷോ, ആ റാണി മേരിയും ഒക്കെ ഇപ്പം വിളിക്കും മോൻ എത്ര മാർക്കുണ്ടെന്ന് ചോദിച്ച്. ആ കൃത്യസമയത്ത് തന്നെയാണല്ലോ ചേട്ടൻ വന്നത്. കാണ്, നിന്റെ പുന്നാര അനിയൻ്റെ പ്രോഗ്രസ് കാർഡ്. കൊട്ടപ്പടി മാർക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എടാ, നിന്റെ ചേട്ടന് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞാ കോളേജിൽ കയറിയത്. അവനോട് എനിക്ക് ഇതുവരെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. എപ്പം നോക്കിയാലും കളി എന്നൊരു ചിന്തയുള്ളൂ. കണ്ടോ, ആ ബാറ്റും ബോൾ ഞാൻ ഇന്ന് തന്നെ. അമ്മ എന്തിനാ അവന് ഇങ്ങനെ കിടന്ന് വഴക്ക് പറയുന്നത്? നീ അവന് വക്കാലത്തൊന്നും പിടിക്കണ്ട. പിടിച്ചാൽ നിനക്കിട്ടും കിട്ടും. എടാ, നിങ്ങളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടോന്നോ മരിച്ചോന്നോ അറിയില്ല. അതൊന്നും അറിയിക്കാതെ ഞാൻ നിങ്ങളെ വളർത്തിയത്. ഒരു ദിവസം എൻ്റെ ജോണി തിരിച്ചു വരും. അന്ന് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അമ്മയുടെ ചുമ ഇത് ഓരോ ദിവസവും കൂടി വരുവാണല്ലോ. അമ്മയ്ക്ക് ഇതൊന്നും മരുന്ന് മേടിച്ചൂടെ? നീ ഭാരിച്ച പണിയൊന്നും നോക്കണ്ട. നീ എന്തിനാടാ ചെയ്തേ? എനിക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാരും അമ്മാരും കൂട്ടുകാരും ആരും എൻ്റെ അടുത്തൊന്നും പറയത്തില്ല. എനിക്ക് മതിയായി ചേട്ടാ.
ആ ബെൻസിൻ്റെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്തല്ലോ. എന്നാണ് ഒരു ബെൻസൊക്കെ എടുക്കുക? ചേട്ടേ ഈ ലോഞ്ചിങ് വെച്ചാ ലോഞ്ചിങ് എന്ന് വെച്ചാലോ ഒരു പുതിയ സാധനം ഇറക്കുമ്പോഴാണ് ലോഞ്ചിങ് എന്ന് പറയുന്നത്. ആ രാവിലെ തന്നെ എത്തിയോ വാനരപ്പട കോലും ബക്കറ്റും ഒക്കെ ആയിട്ട്? എടാ ഡാനി വാ നമുക്ക് കളിക്കാം. എടാ പോലെ പോലെ നീ ആ ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തിട്ടുണ്ടോ? ചേട്ടാ ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരുന്നാ മതിയോ? അതിനാടാ നമുക്കൊരു കളിക്ക് കളിക്കണ്ടേ? കളി ഞാൻ കളിച്ചോളാം. പിന്നെ ഇപ്പൊ നിങ്ങൾ കളി കേട്ടോ. വേണ്ട വേണ്ട. ഔട്ടായാ ആ ബാറ്റിംഗ് താടാ ഞാൻ കളി നോക്കി നിൽക്കാതെ ബോൾ അറിയാ. ചേച്ചി തന്നെ കാണിക്കോ? ചേച്ചിയുടെ നെറ്റ് കാരണം സ്റ്റമ്പ് കാണാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ചേച്ചി നിക്കർ ഇട്ടോണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ കളിക്കാതിരിക്കണം. വേണ്ട വേണ്ട നിക്കറൊന്നും വേണ്ട. പിള്ളേരുടെ ഒരു ആശകളെ. ഞാൻ നിക്കണോ അതോ പോണോ? ആനേട്ടാ നിക്കറിട്ട് കളിക്കാൻ പോന്ന് പറഞ്ഞ കേട്ടോ. നിക്കറിട്ട് കളിക്കണ കാണാൻ നിക്കവൻ പോയി നിന്റെ കെട്ടിയോളെ ഇടിക്കടാ. നിക്കറ് 5 മണിയായ വണ്ടിക്കാണോ പുത്തൻ ടയറ്? ആ ലൂസി ആന്റി എന്നാ ഉണ്ടാ ഡാനിങ് വാ. ലൂസി ആന്റി താടി വളർന്നു. അല്ല വാടി തളർന്നു. നീ എന്നെ കളിക്കുമായിരുന്നോ? ലൂസി ആന്റി എന്നൊക്കെ ഉണ്ട്? നല്ല വിശേഷം. കുഞ്ഞാവേ ഉണ്ടാവാറായി. അപ്പൊ എന്നാ ലോഞ്ചിങ്? എന്നതാ എന്നാ ലോഞ്ചിങ്? ആ ലൂസി കുഞ്ഞാവേ എന്തി? സിസേറിയൻ ആണല്ലേ? അതെ ചേച്ചി. ഇതാ കുഞ്ഞുവാവേ കണ്ടോ? ഡാനി മോനെ കൊച്ചിന് മനസ്സിലായോ? കുഞ്ഞുവാവേ ഒന്ന് വിളിച്ചേ. പിന്നെ എനിക്കറിയത്തില്ലേ മോനു സിസേറിയ. നല്ല ദിവസല്ലേ? ജോണി വന്നോ? ചേച്ചി കിടന്നായിരുന്നില്ലേ? സോറി, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പെട്ടെന്നൊരു കോള് വന്നു. അവളും കൊച്ചും അവിടെ അപ്പുറം തന്നെയുള്ളൂ. ഒന്ന് നോക്കണം കേട്ടോ. അമ്മ അച്ഛനുണ്ടായിരുന്ന ആ കപ്പൽ അവിടുത്തെ പെട്ടിട്ട് ഇത്രയും നാളായി. കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ കേട്ടെങ്കിലും നമ്മുടെ അച്ഛൻ അതിനകത്തുണ്ടെന്ന് എന്താ അമ്മയൊരു ഉറപ്പ്? അമ്മ ഇനി ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ എന്റെ ജോണി തിരിച്ചു വരും മോനെ, എനിക്ക് ഉറപ്പാ. കൊച്ചെന്നെ ഉറങ്ങാത്തെ? ഉറക്കവനില്ല. ഇന്നൊന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഒരിക്കലൊന്നും സംഭവിക്കുകയില്ല. കൊച്ചുറങ്ങിക്കോ. ഒരിക്കൽ മരണത്തിൽ നിന്ന് എൻ്റെ അനിയനെ രക്ഷിക്കാൻ എനിക്കായി. പക്ഷെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ആ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ എനിക്കായില്ല.
കൂടെയുണ്ട്. അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മ മരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മ ഇത്രയും നാൾ കാത്തിരുന്ന് ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വരുമായിരുന്നു. ഇനി അച്ഛൻ പറഞ്ഞ ദൈവം ഉദ്ദേശിച്ചൊരു മണ്ടനായിട്ട് ജീവിക്കാൻ ഞാനില്ല അച്ഛൻ. എൻ്റെ അമ്മ വിചാരിച്ച പോലെ ഇവനെ വളർത്തി വലുതാക്കി ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അതിനെനിക്കിനി ഒരു ദൈവത്തിൻ്റെ സഹായം വേണ്ട. ചേട്ടായി ഇതേ താ ഇങ്ങനെ ഡെസ്പ് അടിച്ചിരിക്കല്ലോ. അത് ശരിയാ, ഡെസ്പോ? വെറുതെ ഒരുമാതിരി. അവന് നീ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഡെസ്പൊന്നുമല്ല. ഈ ജീവിതം ഒരു മത്സരമല്ലേ. ഒരു ഭാഗത്ത് നമ്മളും മറുഭാഗത്ത് ജീവിതവും, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സസ്പെൻസുകളായിട്ട് മരണവും. ഈ മരണത്തിന് യുക്തിയില്ല. എൻ്റെ അനിയനെ ഞാൻ മരണത്തിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മയെ മരണം ഞങ്ങളുടെ നിന്ന് പിടിച്ചെടുത്തു. ഡാനി വാ. ഇതുവരെ ജയിച്ച ജീവിതമായിരിക്കും, പക്ഷെ നാളെ ജയിക്കാൻ പോകുന്നത് അത് ഞങ്ങളായിരിക്കും. താ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, അവനിപ്പോൾ വരുമല്ലോ. ഡാനി എന്നടാ? എന്നാ പറ്റി? സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടായോ? നിക്കടാ, നിക്ക് നിക്ക്, അവിടെ താഴെ കവലയില് നിക്കടാ. എടാ നിക്ക്, എടാ ഞാൻ കണ്ടു, എടാ പറടാ, എടാ ഇവനോടൊന്ന് പറടാ, എടാ ഞാൻ കണ്ടു. എന്താ പറ്റിയേ? ഹരി എടാ ആളെ ഭ്രാന്താക്കാൻ കാര്യം പറടാ. നിങ്ങളുടെ അച്ഛൻ വന്നടാ. ചേട്ടായി വാ.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജോണി തിരിച്ചു വരുമെന്ന്.